Good morning, students. Welcome to Fundamentals of Investment class. Today we are discussing part 3 of estimating bond yields. Yield to call or YTC. Some bonds may be redeemable before their full maturity period. For example, a company may issue 15-year bond which can be redeemed at the end of 5 years at the option of either the investor or the issuer at a premium of 5% on face value. Yield to call എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചിലതരം ബോൺസ്, എസ്പെഷ്യലി കോളബിൾ ബോൺസ്, ആ തരം ബോൺസ് നിക്ഷേപിച്ചു കഴിഞ്ഞിരുന്നാൽ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആകുന്നതിന് മുൻപ് തന്നെ ഒരു പർട്ടിക്കുലർ പീരീഡ്, മെച്യൂരിറ്റി പീരീഡിനുള്ളിലുള്ള ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ ആ ബോണ്ട് ഇഷ്യൂർ തിരിച്ചു വാങ്ങും. പ്രിൻസിപ്പൽ എമൗണ്ടിനേക്കാളും കൂടിയ ഒരു ഉയർന്ന പ്രീമിയം റേറ്റിൽ തിരിച്ചു വാങ്ങും. ആ സമയത്ത് നിക്ഷേപകന് ലഭിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെയാണ് YTC അല്ലെങ്കിൽ yield to call എന്ന് പറയുന്നത്. The yield to call is computed on the assumption that the bond's cash inflows are terminated at the call date. So here the rate of return is calculated based on the cash inflow from the date of purchase till the call date, not till the maturity date. That's the difference. So the yield to call is that discount rate which makes the present value of cash inflows till the call date equal to the bond's current market price. So yield to call എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a discount rate which makes the present value of cash inflows till call date equal to the current market price. The relationship between cash outflow, the cash inflow and YTC, that is yield to call of a bond, can be expressed as shown below. So ഇതിന്റെ ഇക്വേഷനും YTM അതായത് yield to maturity കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സിമിലർ ആണ്. B is equal to sigma t is equal to 1 to t ct divided by 1 plus y the whole raised to t plus p divided by 1 plus y the whole raised to t. സെയിം ടൈം തന്നെയാണ് ഉപയോഗിക്കുന്നത്, ചില വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബി എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട് തന്നെയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ബോണ്ടിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതാണ് ബി ആയിട്ട് എടുക്കേണ്ടത്. Then CT is the cash inflow from the bond, that is the interest amount from the bond till the call date. Call date വരെയുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് CT ആയിട്ട് എടുക്കുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the call price. That means ആ കോൾ ഡേറ്റില് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നിക്ഷേപകന് ഇഷ്യൂറുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിനാണ് കോൾ പ്രൈസ് എന്ന് പറയുന്നത്. Y is YTC, that is Y is the yield to call and T is the number of years till call date. Call date വരെയുള്ള ഇയേഴ്സ് എത്ര വർഷമാണ് അതിനെയാണ് T ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇതാണ് YTM ഉം YTC ആയിട്ടുള്ള വ്യത്യാസം. YTM ആവുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ടിൽ മെച്യൂരിറ്റി ആണ് T ആയിട്ട് എടുക്കുന്നത്. നേരെ മറിച്ചിട്ട് ഇവിടെയാണെന്നെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ടിൽ കോൾ ഡേറ്റ്. അപ്പൊ കോൾ ഡേറ്റ് വരെയുള്ള ക്യാഷ് ഇൻഫ്ലോസിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റ്, ആ റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് YTC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So let us see an example. ABC Limited has issued 14% debentures with a face value of rupees 100 that matures at par in 15 years.
The debenture is callable in 5 years at 114 rupees. It is currently sell for rupees 105. Calculate yield to call. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ കഴിയും കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് കറന്റ്ലി സെൽ ഫോർ rupees 105. സോ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 105 ആണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം. CT എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫേസ് വാല്യൂ 100 rupees ആണ്. കൂപ്പൺ റേറ്റ് 14% ആണ്. സോ 14% of 100, that is rupees 14. ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 14 rupees ആണ്. Then call price. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് call price and call duration. The debenture is callable in 5 years at rupees 114. That means the call period is 5 years and call price is 114 rupees. Therefore, call price P is 114 and the number of years till call date T is equal to 5. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ്. സോ ഇവിടെ ബി എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ആണ് എടുക്കേണ്ടത്. 105 is equal to, so this is a cash outflow, is equal to റൈറ്റ് ഹാൻഡ് സൈഡിലെല്ലാം എഴുതേണ്ടത് ക്യാഷ് ഇൻഫ്ലോ ആണ്. സോ സിഗ്മ ടി is equal to 1 to 5, not 15, because calling period എന്ന് പറയുന്നത് 5 ആണ് ഈ പ്രോബ്ലത്തില്. CT 14 ആയിരുന്നു. 14 divided by 1 plus y the whole raised to t plus call price ആണ് ഇവിടെ അടുത്തായിട്ട് കൊടുക്കേണ്ടത്. 114 ആണ് കോൾ പ്രൈസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 1 plus y the whole raised to 5 is equal to 14 into present value annuity factor 5 years for y percentage plus 114 into present value factor 5 years y percentage. ഇനി എല്ലാം OITM കണ്ടുപിടിക്കാൻ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. അതേപോലെ ടേബിൾ നോക്കിയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് അസ്യൂം ചെയ്യണം. അതിനുശേഷം ടേബിൾ ഉപയോഗിച്ച് വാല്യൂസ് കണ്ടുപിടിക്കുക. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും OITCയുടെ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതിയാവും. സോ ഇവിടെ Y അസ്യൂം ചെയ്യണം. നമുക്ക് തന്നിട്ടുണ്ട് കൂപ്പൺ റേറ്റ് 14 ആണ്. അപ്പൊ 14 അടുത്ത് തന്നെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് അസ്യൂം ചെയ്യുന്നത്. ലെറ്റസ് അസ്യൂം OITC as 15%. അപ്പൊ ഇവിടെ ഒയുടെ വാല്യൂ 15% അസ്യൂം ചെയ്യുന്നു. ദെൻ ഫ്രം ദ ടേബിൾസ് വി ക്യാൻ ഫൈൻഡ് പ്രസന്റ് വാല്യൂ ഫാക്ടർ ആനുവിറ്റി as well as പ്രസന്റ് വാല്യൂ ഫാക്ടർ. ഈ രണ്ട് വാല്യൂസ് നമുക്ക് ടേബിളിൽ നിന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 5 years 15%. 5 years 15% എന്ന് പറയുമ്പോൾ ടേബിളിൽ നിന്ന് നമുക്ക് 3.352 എന്ന് കിട്ടും. അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഫാക്ടറിന്റെ ടേബിളിൽ നിന്നും 5 years 15% 0.4972. ഇത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 105 is equal to 14 into 3.352 plus 114 into 0.4972 is equal to 46.93 plus 56.68. That will come 103.61. So 103.61 is not equal to 105. So ഒന്ന് മനസ്സിലാക്കാം, OITC എന്ന് പറയുന്നത് 15% അല്ല. Since the calculated value of 103.61 is lower than the current market price of 105, we have to try with a lower discount rate of 14%. 14%-നേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ ഒരു ഡിസ്കൗണ്ട് റേറ്റ് അസ്യൂം ചെയ്തുകൊണ്ട് വീണ്ടും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. സോ ഇപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്തത് 15% ആയിരുന്നു അസ്യൂം ചെയ്ത വാല്യൂ. OITC 15% എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ടാണ് പ്രോബ്ലം നമ്മൾ
ചെയ്ത് നോക്കിയത്. അപ്പോൾ കിട്ടിയ വാല്യൂ 105 ചെറിയ വാല്യൂ ആണ്, 103.61 ആണ് കിട്ടിയത്. അപ്പൊ അതിന് 15% പകരം 14% അസ്യൂം ചെയ്തിട്ട് പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടറും പ്രസന്റ് വാല്യൂ ഫാക്ടർ ടേബിൾസിൽ നിന്ന് എടുക്കുക. 14% എന്ന് പറയുമ്പോൾ ടേബിളിൽ നിന്ന് നമുക്ക് പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 3.433 എന്നും കിട്ടും. പ്രസന്റ് വാല്യൂ ഫാക്ടർ ഫോർ 14% എന്നുള്ളത് 5 വർഷത്തേക്ക് 0.519 എന്നും കാണാൻ കഴിയും. ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇക്വേഷനിൽ സോൾവ് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് 107.23 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 105. ആദ്യം 15% OITC എന്ന് അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 105 ചെറിയൊരു വാല്യൂ ആയിരുന്നു. നേരെ മറിച്ച് 14% അസ്യൂം ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 105 കൂടിയൊരു വാല്യൂ, ദാറ്റ് ഈസ് 107.23. So we can get an idea that the OITC is between 14% and 15%. അപ്പം ഇതിനിടയ്ക്കുള്ള രണ്ട് വാല്യൂസ് കിട്ടണം, ഒന്ന് കൂടുതലായിരിക്കണം, ഒന്ന് കുറവായിരിക്കണം. അപ്പോഴേ നമുക്ക് അസ്യൂം ചെയ്യാം ദ വാല്യൂസ് എന്ന് പറയുന്നത് യഥാർത്ഥ OITCക്ക് ഇൻ ബിറ്റ്വീൻ ആണെന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും. Now the value obtained is more than the current market price. Hence OITC lies between 14% and 15%. The exact value of OITC can be calculated using interpolation method. Interpolation method OITM യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. Therefore OITC is equal to the assumed lower value എന്ന് പറയുന്നത് 14%. 14% പ്ലസ് 14% ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ദാറ്റ് ഈസ് 107.23 മൈനസ് ദ റിക്വയർഡ് വാല്യൂ ദാറ്റ് ഈസ് 105. LHS എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് 105 ആയിരുന്നു. അപ്പൊ 105 ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 107.23 മൈനസ് 105 divided by again 107.23 minus 103.61. What is 103.61? 15% ആണ് OITC എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തപ്പോൾ അവിടെ കിട്ടിയ വാല്യൂ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 15% അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊസീഡ് ചെയ്ത സമയത്ത് കിട്ടിയ വാല്യൂ ആണ് 103.61. സോ ദാറ്റ് വാല്യൂ ആണ് ഇവിടെ ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത്. നെക്സ്റ്റ് ആ ഡിഫറൻസ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആണ് ഇൻറ്റു 15 മൈനസ് 14. സോ ഈ ഏരിയ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 14% പ്ലസ് 0.62%. സോ ദ ഫൈനൽ ആൻസർ OITC is equal to 14.62%. So OITC is the discount rate that makes the present value of cash outflow, that is the current market price, equal to present value of cash inflow from the bond till the call date. Call date വരെയുള്ള ക്യാഷ് ഇൻഫ്ലോ എടുക്കുക, അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് OITC എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ടുള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ഈക്വൽ ആക്കി മാറ്റുന്ന ഡിസ്കൗണ്ട് റേറ്റ്. ഈ പ്രോബ്ലത്തിൽ ആ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 14.62 ആണ്. സോ OITC is equal to 14.62. That is the answer. Hope you understood the concept of yield to call. Let us conclude today's discussion. Thank you.